അപ്പോ നുജീബു ഉത്തരം എഴുതാം. ഒന്ന്, മുർസലുകളുടെ മാർഗദർശനങ്ങളിൽ മനുഷ്യർ കൈകടത്തി വിഫലമാക്കി ഉദാഹരണങ്ങൾ കണ്ടെത്തുക. യഹൂദ നസ്വാറാക്കൾ അവർക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇൻജീൽ എന്നീ കിതാബുകളിൽ അവരുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൈകടത്തലുകൾ നടത്തി. 2, ചരിത്രം പഠിക്കുന്നതിന്റെ നേട്ടമെന്ത്? മാനവരാശിയുടെ കഴിഞ്ഞ കാലത്തെ വളർച്ചയും തളർച്ചയും മനസ്സിലാക്കാനും ഭാസ്വരമായ ഭാവി രൂപപ്പെടുത്താനും സഹായിക്കും. 3, ഇസ്ലാമിക ചരിത്രം ഊഹാപോഹം. മൂന്നാം ചോദ്യം വായിക്കണ്ടേ? 3, ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുക. ആൻസർ: ഇസ്ലാമിക ചരിത്രം ഊഹാപോഹങ്ങളോ ഐതിഹ്യങ്ങളോ അല്ല. ഖുർആൻ, പ്രവാചക വചനങ്ങൾ സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂടെ കൈമാറിക്കിട്ടിയ രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിരചിതമായ ചരിത്രമാണ്. ഇനി അടുത്തത്, ഭൂമിയുടെയും മാനവരാശിയുടെയും യഥാർത്ഥ ചരിത്രമേത്? എന്തുകൊണ്ട്? പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. മറ്റൊരാൾക്കും സൃഷ്ടിയെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്നതാണ് മാനവരാശിയുടെയും ഭൂമിയുടെയും യഥാർത്ഥ ചരിത്രം. 5, എന്താണ് ഇസ്ലാമിക ചരിത്രം? ആൻസർ: മുസ്ലിം സമുദായത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം. അത് ഒരു ആദർശത്തിന്റെയും മഹത്തായ സംസ്കാരത്തിന്റെയും ചരിത്രമാണ്. 6, ഇസ്ലാമിക ചരിത്രത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെ? ഖുർആൻ, പ്രവാചക വചനങ്ങൾ, സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂടെ കൈമാറിക്കിട്ടിയ രേഖകൾ. 7, ചരിത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പൂർവികരുടെ നന്മയിൽ അഭിമാനിക്കുന്നതോടൊപ്പം ചിലരിൽ നിന്നുണ്ടായ തെറ്റുകൾ വ്യതിചലനങ്ങളായി കാണുകയും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വേണം. എല്ലാം പിൻപറ്റാൻ പറ്റൂല, തുടരാൻ പറ്റൂല. ചില ആളുകളിൽ നിന്ന് പല തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിഴവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പിഴവിനെ തിരുത്തുകയാണ് വേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമുർ റഹീമീനായ മാലികുൽ മുലൂക്കായ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്.
ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്.